ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോഴിച്ചാലിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കുടുംബസഹായ നിധിയുടെ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിക്കും. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് സഹായനിധിയിലേക്ക് തുക അയക്കാൻ അവസരമുള്ളത്. ഓഗസ്റ്റ് 20-ന് സഹായനിധിയിലേക്കുള്ള പണപ്പിരിവ് അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നു. സമാഹരിക്കുന്ന തുക രാജേഷിന്റെ കുടുംബത്തിന് കൈമാറും. കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും സമാഹരിച്ച് കുടുംബത്തിന് നൽകാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. രാജേഷിന്റെ മക്കളുടെ പഠനച്ചെലവിനായി തുക വിനിയോഗിക്കാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. മക്കളുടെ പേരിലുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനം. സഹായനിധിയുടെ പ്രവർത്തനം പൂർത്തിയാക്കിയതിന് പിന്നാലെ അടുത്ത ദിവസം തന്നെ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്തെത്തി രാജേഷിന്റെ കുടുംബത്തിന് തുക കൈമാറും. രാജേഷിന്റെ കുടുംബത്തെ സഹായിക്കാനായി പഞ്ചായത്തും പ്രദേശവാസികളും ചേർന്ന് നടത്തിയ സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജേഷിന്റെ കുടുംബ സഹായ നിധി 10 ദിവസം 20-ാം തീയതി കൊണ്ട് അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. അന്നൊരു സന്നദ്ധ സംഘടനകളുടെ എല്ലാം മീറ്റിംഗിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ചെറുപുഴ പഞ്ചായത്തിന്റെ രീതിയിൽ അവിടെ എത്തിച്ചു കൊടുക്കണമെന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു. അത് കൃത്യം പറഞ്ഞ ഡേറ്റ് തന്നെ 20-ാം തീയതിയോടുകൂടി 20-ാം തീയതി വൈകുന്നേരം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് 5 ലക്ഷത്തിലധികം തുക നമുക്ക് അവരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയും. ഞങ്ങൾ നേരിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അവിടെ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ വിശദമായ വിവരങ്ങൾ പത്രസമ്മേളനം വിളിച്ച് അതിൻ്റെ മുഴുവൻ കണക്കും പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഏതായാലും ഈ അവസരത്തിൽ ഈ രാജേഷിൻ്റെ കുടുംബസഹായ നിധിയിലോട്ട് പ്രത്യേകിച്ച് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവരുടെ കുട്ടികളുടെ അക്കൗണ്ടിലോട്ടാണ് ഈ തുക നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിനെ സഹായിച്ച ഈ നാട്ടിലെ ചെറുപുഴയിലെ അതുപോലെ പിന്നെ രാജേഷിനെ സ്നേഹിക്കുന്നവരുടെ അവരുടെ അധികമായ ഈ സഹായത്തിന് ഗ്രാമപഞ്ചായത്ത് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ പ്രളയവും ദുരന്തവും ഉണ്ടായപ്പോൾ ഈ നാടിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘടനകൾ മുമ്പോട്ട് വന്നു. നമ്മൾ പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന ഏത് സഹായവും നൽകാമെന്ന് സന്നദ്ധ സംഘടന മീറ്റിംഗ് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു. അതിനനുസരിച്ച് നമ്മൾ ചോദിച്ച മുഴുവൻ സാധനങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും വാർഡുകളിൽ എന്തെങ്കിലും സാധനങ്ങളുടെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ഇനിയും ആവശ്യത്തിലധികം തരാമെന്ന് സന്നദ്ധ സംഘടന അറിയിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ചെറുപുഴ പഞ്ചായത്തിനെ ചേർത്ത് പിടിക്കാൻ കാണിച്ച വലിയ മനസ്സിന് സന്നദ്ധ സംഘടനകളെല്ലാം നന്ദി പറയുക ഈ അവസരം വിനിയോഗിക്കുകയാണ്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം